മാംഗല്യം. രചനാവതരണം നന്ദു കൃഷ്ണ. ഡി. പിന്നിൽ നിന്നും കേട്ട ദേഷ്യത്തിലുള്ള വിളിയിൽ അവളുടെ കയ്യിലിരുന്ന തൂക്കുപാത്രം സിങ്കിലേക്ക് തന്നെ വീണു. ആരാപ്പൊ തന്നെ രാവിലെ ദേഷ്യത്തോടെ വിളിക്കാൻ എന്ന് കരുതി തിരിഞ്ഞു നോക്കുന്നവൾ കാണുന്നത് കനലിനേക്കാളും തിളച്ചു നിൽക്കുന്ന ഒരുവനെയാണ്. എന്റെ കൃഷ്ണ, വാമനൻ അഗ്നിപർവ്വതമായിട്ടാണല്ലോ. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കവേ കയ്യിലിരുന്ന സോപ്പ് വത അത്രയും കഴുത്തിലും നെഞ്ചിലുമായിട്ട് നനവ് തീർത്തു. എന്താ സാർ? തന്നെ നിർത്തി കത്തിക്കാൻ പാകത്തിൽ ദേഷ്യവുമായിട്ട് നിൽക്കുന്നവനെ നോക്കി അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. നീ എന്താടി കുട്ടിയോട് പറഞ്ഞേ? പുകഞ്ഞു കത്തിക്കൊണ്ടായിരുന്നു അവന്റെ ചോദ്യം. കുട്ടിയോടോ? ഞാനോ? ഞാനെന്തു പറഞ്ഞു? അത്രയും വെപ്രാളത്തിലും അതിശയം നിറഞ്ഞ ചോദ്യമായിരുന്നു അവളുടെ. അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. നീ എന്ത് വിവരക്കേടാ എന്റെ കുഞ്ഞിനോട് പറഞ്ഞതെന്ന്. ഓ, ഞാൻ പറയുന്നൊക്കെ വിവരക്കേടും ഇങ്ങേര് പറയുന്നൊക്കെ പിന്നെ റോക്കറ്റ് സയൻസും. അങ്ങനെ ഒരു സിറ്റുവേഷനിലും എവിടെ നിന്നറിയില്ല അവൾക്ക് അത്രയും പുച്ഛം ഒരുമിച്ച് വന്നത്. ദേ, കുനിഞ്ഞു നിന്ന് പിറുപിറുത്താൽ അകത്തിരിക്കുന്ന ചൂരിൽ വെച്ച് നിനക്കിട്ട് കിട്ടും. തന്നെ നോക്കാതെ പിറുപിറുക്കുന്ന പെണ്ണിന്റെ നേരെ ചെന്നുകൊണ്ടായിരുന്നു അവന്റെ ചാട്ടം. വാതിൽക്കൽ നിന്ന് ചാടിയപ്പോൾ ഉണ്ടായാലും ഇരട്ടി പേടിയിൽ പെണ്ണ് പിന്നിലേക്ക് മാറി. നിനക്കെന്താടി, ചെവിയും കേട്ടൂടെ? ഒരു വായിൽ എത്ര ഇടിയാ! അതിന്റെ അർത്ഥം എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നാണ്. പക്ഷെ എന്നാലും എന്താകും കുഴപ്പം? ആ ഒരു ചിന്ത അങ്ങനെ മനസ്സിൽ കിടന്ന് വട്ടം കറങ്ങി അവസാനം ഉത്തരമില്ലാത്ത പോലെ അവന്റെ കാൽച്ചുവട്ടിൽ വന്ന് തലതല്ലി വീണ് മരിച്ചു. ഡി. ഹരി! അപ്പോഴേക്കും കൈമളിന്റെ ശബ്ദം ആൾക്ക് പിന്നാലെ തന്നെ കേട്ടു. അച്ഛാ, ഇവൾ! ഞാനൊക്കെ കേട്ടതല്ലേ ഹരി, നീ അത് വിട്ടിട്ട് സ്കൂളിൽ പോകാൻ നോക്കിയിരിക്ക. അച്ഛാ, എന്നാലും ഇവളത് പറയാൻ പാടുണ്ടോ? അതും എന്റെ കൊച്ചു കുഞ്ഞിനോട്. ഇല്ല, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ചുമ്മാ ഇവിടെ നിന്ന് സമയം കളയാതെ സ്കൂളിൽ പോകാൻ നോക്ക്, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും ചെറുക്ക. ആ ഹരി! ശാസനയോടുള്ള വിളി കേട്ടത് അവൻ അവിടുന്ന് ചാടി തുള്ളിപ്പോയി. പക്ഷെ പോകാൻ നേരവും അവൾക്കുള്ളത് വെച്ചിട്ടുണ്ടെന്ന പോലെ പല്ലും കടിച്ചു പിടിച്ച് അവളെ ഒന്ന് ദേഷിച്ചു നോക്കിയായിരുന്നു അവന്റെ പോക്ക്. അവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടതും പെണ്ണ് നെഞ്ചിൽ കൈവച്ച് പിന്നെയും ശ്വാസം വലിച്ചു വിട്ടു. എന്നിട്ടും ആശ്വാസത്തോടെ അവൾ നോക്കിയത് കൈമളിനെയാണ്. അവിടെ പക്ഷെ ഇങ്ങോട്ടുള്ള തുറിച്ചുനോട്ടമാണ് കൂടുതലും. പ്ലീസ് മാഷേ, ഇനി മാഷും കൂടി നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ നോക്കി പേടിപ്പിക്കുന്നതിനാണോ? നീ ഇത് എന്തൊക്കെയാടിയാ കുഞ്ഞിക്കൊച്ചിനോട് പറഞ്ഞു വെട്ടിച്ചേക്കുന്നേ? ഞാൻ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേ? അപ്പോഴേക്കും മാഷിന്റെ കൈ അവളുടെ ചെവിക്ക് വീണിരുന്നു. മാഷെ, സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും. നീ കുഞ്ഞിനോട് പറഞ്ഞില്ലേടി അവൻ മന്ദബുദ്ധിയാണെന്ന്? അത് കേട്ടതും അവൾക്ക് പൊന്നിനെയും എടുത്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ പടി കയറിയതാണ് ഓർമ്മ വന്നത്. ക്ഷേത്രത്തിൽ കയറാൻ 10-15 പടികളുണ്ട്. നോക്കുമ്പോൾ മോള് ഓടിക്കേറുന്നു, അതും പട്ടുപാവാട ഇട്ടോണ്ട്. പേടിച്ചിട്ട് ഓടിപ്പോയി എടുത്ത് കയറാൻ നോക്കിയതും അവള് ഊർന്ന് താഴെ ഇറങ്ങി. നല്ല കുഞ്ഞല്ലേ, കണ്ണു എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ അരി എന്നെ ഓടാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിന്റെ അരി ഓടാനല്ല, വേണമെങ്കിൽ വല്ല മലയിലും വലിഞ്ഞു കയറാനും പറയും എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിന് ചുണ്ടിയായി. അപ്പൊ പിന്നെ അവള് അവളുടെ അരി നല്ലതാ, കണ്ണൂനെ പോലെ വഴക്ക് പറയില്ല, ഭയങ്കര ബുദ്ധിയാ, മുത്തശ്ശൻ പറയും പോലെ സുന്ദരന എന്നൊക്കെ പറഞ്ഞതും ഇന്നലെ കിട്ടിയ വഴക്കിന്റെയും ചാട്ടത്തിന്റെയും ഒക്കെ ദേഷ്യത്തിൽ അതൊക്കെ ഒന്നിനൊന്ന് മറുപടി കൊടുത്തുപോയി. അവളുടെ അരിയെ കാണാൻ കൊള്ളില്ല, ഒട്ടും ബുദ്ധിയില്ല, ഭയങ്കര ദേഷ്യക്കാരനാ, കഴുതയാ, പൂച്ചയാ, പോരാഞ്ഞിട്ട് ആന മന്ദബുദ്ധിയാ എന്നൊക്കെ കേറി അങ്ങ് പറഞ്ഞുപോയി. ഓരോന്നും ഓർത്തെടുത്തുകൊണ്ട് പെണ്ണ് ദയനീയമായി മാഷിനെ നോക്കി. ഇപ്പൊ ഏതാണ്ടൊക്കെ ഓർമ്മ വന്നു എന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ മാഷേ, ചുമ്മാ ഒരു തമാശയ്ക്ക്. പെണ്ണ് വിളറി വെളുത്ത ഒരു ചിരിയുമായി അദ്ദേഹത്തെ നോക്കിയതും പാവം വന്ന ചിരി അടക്കിപ്പിടിച്ച് ഇത്തിരി ദേഷ്യത്തോടെ നോക്കി. ആ പോയവനും ഒക്കെ തമാശയ്ക്ക് തന്നെ എടുത്തേക്കുന്നത്. ഇതിപ്പോ സ്കൂളിൽ പോകാൻ സമയമായതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടതാ. വൈകിട്ട് വരുമ്പോൾ കിട്ടാനുള്ളതൊക്കെ പൊന്നുമോള് കയ്യും കെട്ടി നിന്ന് വാങ്ങിച്ചോ. ശോ, അങ്ങനൊന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കല്ലേ മാഷേ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞതാ. അടുക്കളയിൽ നിന്ന് ഇറങ്ങിയ മാഷിന്റെ പിന്നാലെ ഓടിച്ചെന്നവൾ ചോദിച്ചു. ഓരോ കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ രക്ഷപ്പെടാൻ മാർഗമോ? പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്തേലും ഒരു വഴി. അതിപ്പോ വഴി? പെണ്ണ് പിന്നെയും കിടന്ന് ബഹളം കൂട്ടുന്ന കണ്ടതും മാഷ് ആലോചിക്കാൻ തുടങ്ങി. കണ്ണു! രണ്ടും കൂടി കാര്യം പറഞ്ഞ് ഹാളിലെത്തിയതും കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് കണ്ണിനെ വിളിച്ചു. അത് കേൾക്കേണ്ട താമസം കൺമണി പെണ്ണിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കണ്ണു, ഞാൻ അരിയോട്
പറഞ്ഞല്ലോ, കണ്ണു പറഞ്ഞതെല്ലാം. എന്തോ മഹാസംഭവം ചെയ്ത പോലെയായിരുന്നു അവളുടെ സംസാരം. ആന്നോ? വലിയ കാര്യമായിപ്പോയി. മാഷിനെ വിട്ടവള് സോഫയിൽ എഴുന്നേറ്റ് നിൽക്കുന്നവളുടെ മുന്നിൽ ചെന്ന് കൈയും ഇളിയിൽ കുത്തി കൂർപ്പിച്ചു നോക്കി നിന്നു. സത്യം കണ്ണു, ഞാൻ പറഞ്ഞു അരിയോട്, അരി കൈതയാ, കൊയങ്ങനാ, ആ, മട്ട മട്ടഫുത്തിയാ എന്നൊക്കെ. പക്ഷെ അരിയല്ലാന്ന് പറഞ്ഞു. കണ്ണു കണ്ണു നോ നൊണച്ചിയാന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? നുണച്ചീന്നോ? സംശയം ഉറപ്പിക്കാൻ വേണ്ടി പിന്നെയും ചോദിച്ചുറപ്പിച്ചവൾ. ആ, അതന്നെ. താൻ പറഞ്ഞ വാക്ക് ഒറ്റ കേൾവിയിൽ കണ്ടുപിടിച്ചവളെ കണ്ണു കൈയടിച്ച് സന്തോഷിച്ചു. പക്ഷെ സത്യത്തിൽ ചോദിച്ചത് സത്യമാണെന്നറിഞ്ഞതും അവിടെ ഒരുത്തിൽ നിന്ന് പുകയാൻ തുടങ്ങി. നുണച്ച് ഞാനല്ല, നിന്റെ അരിയാണ്. നോ, അല്ല, ആണ്. നിന്റെ അരി നുണയനാണ്, കഴുതയാണ്, പോത്താണ്, മണ്ടനാണ്, കൊരങ്ങനാണ്, പിന്നെ 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 മന്ദബുദ്ധിയാണ്. ഒറ്റ നെറ്റിക്ക് പറഞ്ഞ് നേരെ നോക്കുന്നവൾ കാണുന്നത് തലയ്ക്ക് കൈയും കൊടുത്തു നിൽക്കുന്ന കൈമളിനെയാണ്. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് ചിന്തിച്ച് നിൽക്കെ തൊട്ടു പിന്നിൽ ഒരു വിളി കേട്ടു. അരി! പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നവൾ കാണുന്നത് തന്നെ നിർത്തി കത്തിക്കാൻ നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ നിൽക്കുന്ന ഹരിയെയാണ്. എന്നിട്ട് എന്നിട്ട് എന്തായി കൈമളേട്ടാ? കേൾക്കാനുള്ള ആകാംക്ഷയിൽ ഗ്ലാസ്സിലിരുന്ന ചായ ഓഫ് ചെയ്ത് വെച്ചിട്ട് സീത ഓടിക്കൊണ്ടുവന്ന് കൈമളുടെ അടുത്തിരുന്നു. കൈമൾ ഇവിടെ ഇരുന്ന് പറയുവല്ലേ, അതിന് നീ എന്തിനാ ചായ ഓഫ് ചെയ്തേ? ശ്രീധരൻ അത് കാണെ ചോദിച്ചു. എനിക്കത് അതുപോലെ കേൾക്കണം, അല്ലാതെ ഞാനിത് കേൾക്കുന്ന നേരത്ത് ആ ചായ എങ്ങാനും പൊങ്ങി ഗ്യാസ് മുഴുവൻ വീണാൽ ശ്രീധരേട്ടൻ വന്ന് തുടയ്ക്കുമോ? അത് കേട്ടതും ചോദിക്കാൻ വന്ന എന്തോ ഒന്ന് വിഴുങ്ങിക്കൊണ്ട് ശ്രീധരൻ തലയൊന്ന് ആട്ടി കൈമളെ നോക്കി. കൈമളേട്ടൻ പറ, ഈ പുള്ളി ഓരോന്നങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഹുഹ്, എന്നിട്ടെന്താ സീതേ? അവൾ പറഞ്ഞതും കുഞ്ഞു പറഞ്ഞതുമൊക്കെ അവൻ വള്ളി പുള്ളി വിടാതെ കേട്ടു. വെറുതെ പോലും ആരെങ്കിലും അവനെ കളിയാക്കുന്നത് ഇഷ്ടമല്ലാത്ത ചെറുക്കനാണ്. അവനെ അവന്റെ കൊച്ചിന്റെ മുന്നിൽ വെച്ച് തന്നെ കളിയാക്കിയാൽ പിന്നെ അവൻ സഹിക്കുമോ? കേട്ട പാതി കേൾക്കാത്ത പാതി അകത്തേക്ക് വന്നവൻ പെണ്ണിന്റെ ചെവി നന്നായി തിരുമ്മി. പിന്നങ്ങോട്ട് അവള് കുഞ്ഞു കളിക്കുന്നതിന്റെയും കുഞ്ഞിന്റെ കൂടെ കളിക്കുന്നതിന്റെയും പഠിക്കാത്തതിന്റെയും. എനിക്കറിയത്തില്ല ശ്രീധര, എന്തൊക്കെ പറഞ്ഞാണ് അവൻ ആ പെണ്ണിനെ ചാടിക്കടിച്ച് കൊന്നതെന്ന്. നമുക്ക് വല്ലതും ഇടയിൽ കയറി പറയാൻ പറ്റുമോ? അവൾക്ക് കൊടുക്കുന്നതിന്റെ ബാക്കി നമുക്കും കിട്ടില്ലേ? ആ, എന്നിട്ട്? ആകാംക്ഷ കൊണ്ട് സീത പിന്നെയും ശ്രീധരന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നിട്ടെന്താ? അവൻ കലിയടങ്ങും വരെ അവന് പെണ്ണിനെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഏതോ ഫോൺ വന്നതും സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി. ഒരു മഴ പെയ്തു തീർന്ന ശാന്തത പോലെ കൈമൾ രണ്ടുപേരെയും നോക്കി. ഇതിപ്പോ അവള് പോയി ഇരുന്ന് വാങ്ങിച്ചത് കൊണ്ട് നമുക്കൊട്ട് ഹരിയെ കുറ്റം പറയാനും പറ്റില്ല. എന്നിട്ട് അവൾ എവിടെ? ഹരി വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ കരഞ്ഞു കൂവി ഇരിക്കുകയാണോ? എപ്പോഴത്തെ പോലെയും ഹരിയിൽ നിന്ന് വഴക്ക് കേട്ട് പെണ്ണ് കരഞ്ഞിരിക്കുകയാണെന്നുള്ള വെപ്രാളത്തിൽ ശ്രീധരൻ ചോദിച്ചു. എവിടുന്ന്? ചീത്ത കേട്ട് തുടങ്ങിയപ്പോൾ ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ചവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, ഇനി അവൻ എന്ത് പറഞ്ഞാലും കേൾക്കാം എന്ന രീതിയിലാണ് അവളുടെ നിൽപ്പെന്ന്. ആര്? മണിക്കുട്ടിയുടെ കാര്യമാണോ? സീത അത്ഭുതത്തിൽ ചോദിച്ചു. ആ, മണിക്കുട്ടി തന്നെ. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയാമോ ശ്രീധര? ശ്രീധരൻ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ഇപ്പൊ 3 നേരം കണ്ണു പൊട്ടുന്ന രീതിയിൽ ഹരിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലെന്ന. കൈമള് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അത് ശരിവെക്കും പോലെ സീതയും ശ്രീധരനും ആ ചിരിയിൽ പങ്കുചേർന്നു. കണ്ണുന് ബെസമായോ അരി ചെവിക്ക് പിച്ചപ്പോ? അവളുടെ ചുവന്നു കിടക്കുന്ന ചെവി നോക്കി പാവം വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പാതകത്തിലിരുന്നു. ഇല്ല, നല്ല സന്തോഷം വന്നു. ആ സന്തോഷം കൊണ്ടാ നിനക്കിപ്പോ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരുന്നത്. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ഇടത് ചെവിയിലേക്ക് കൈവിരൽ കൊണ്ടുപോയപ്പോഴേക്കും അവൾക്ക് പ്രാണൻ പോകുന്ന പോലെ വേദന തോന്നി. ആണോ? നുള്ളു കിത്തിയ കണ്ണൂന് സന്തോഷം വരുമെങ്കിൽ നൂഡിൽസ് കിട്ടുമല്ലോ. അപ്പൊ നാ അരിയോട് എന്നും നുള്ളാൻ പറയാം. ഓക്കേ? സന്തോഷം കൊണ്ട് മണിക്കുട്ടി ചൂട് പൊക്കി കൊടുക്കുന്ന നൂഡിൽസ് വായിൽ വെച്ച് പാതിയും ചവച്ചിറക്കിക്കൊണ്ട് പെണ്ണ് പറഞ്ഞു. ആഹാ, ഇനി അതിന്റെ കുറുവം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ എനിക്ക് എങ്ങനെ കൊള്ളിവെക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നടക്കുക. ഇതിപ്പോ സ്നേഹനിധിയായ പൊന്നുമോൾ അതിനു വേണ്ടിയുള്ള കർപ്പൂരം കൂടി സ്പോൺസർ ചെയ്യുന്നു. ഹോ, എന്തൊരു സ്നേഹമുള്ള അച്ഛനും മോളും. നിച്ചു അരിക്ക് സ്നേഹ കണ്ണു. ബാക്കിയൊന്നും മനസ്സിലായില്ലെങ്കിലും കിട്ടിയ വാക്കിന്റെ അറ്റം പിടിച്ചവൾ സ്വയം പ്രശംസിച്ചു. നിന്റെ അരിയുടെ സ്നേഹത്തെ പറ്റി ഒന്നും പറയല്ലേ പൊന്നേ. അങ്ങേരുടെ സ്നേഹമാണ് ഇങ്ങനെ ചുവന്ന തുടുത്ത് കിടന്ന് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ദുഷ്ടവാമനൻ.
പെണ്ണിന് ഹരിയെ എത്ര ചീത്ത പറഞ്ഞിട്ടും ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. വൈകിട്ട് വീട്ടിലേക്ക് കയറി വന്ന ഹരിയുടെ കയ്യിൽ ഒരു വലിയ കിറ്റുണ്ടായിരുന്നു. അത് കണ്ടതും പാപമാണെന്ന് പറഞ്ഞ് കുഞ്ഞ് ഓടി അകത്തേക്ക് ചെന്നു. പാപമല്ല മോളെ, ഇത് വേറൊരു സാധനമാണ് പറഞ്ഞുകൊണ്ട് അവൻ നേരെ കിച്ചണിലേക്ക് പോകുന്ന കണ്ടതും കൈമള മാഷിന് സംശയമായി. ഏതാണ്ട് അതേ സംശയമായി വേറൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിലും മാഷിന്റെ പിന്നാലെ പോകാൻ തോന്നിയില്ല. ഇത് ഇതെന്താ ഹരി? അത് അത് പിന്നെയുണ്ടല്ലോ അച്ഛാ. പെട്ടെന്നുള്ള തന്റെ ചോദ്യത്തിൽ അവൻ പതറുന്നത് കണ്ടതും കൈമൾ മാഷിനും കൗതുകമേറി. അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഉന്തുവണ്ടിക്കാരൻ കുറച്ച് ഇഞ്ചി കൊണ്ടുവന്നു. കുറച്ചേ ഉള്ളൂ. അത് ആരെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ അയാൾക്ക് പണിയൊതുക്കാമല്ലോ എന്ന് കരുതി ഞാൻ അതങ്ങ് വാങ്ങിച്ചു. ഓ, നീ അയാളെ സഹായിക്കാൻ വേണ്ടി ഇഞ്ചി വാങ്ങിയെന്ന് അല്ലേ? തന്റെ മുഖത്ത് നോക്കാതെ എവിടെയോ നോക്കി പറയുന്ന മകന്റെ ചേഷ്ടകളെ നോക്കി അദ്ദേഹം ഒന്ന് അമർത്തിച്ചിരിച്ചു. ആ, അത് തന്നെ. നല്ല കാര്യം. എന്തായാലും ഇതൊരു 2-3 കിലോ ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ കുറച്ച് വരമ്പ് തോണ്ടി ഇതെല്ലാം അവിടെ നടാം. അയാൾ അവനെ നോക്കി സാധാരണ പോലെ പറഞ്ഞതും ചെക്കൻ പെട്ടെന്ന് ചാടി വീണു. എല്ലാം കൂടി നടാനോ? നടേണ്ട കാര്യമൊന്നുമില്ല. എടാ, നട്ടുവെക്കാതെ പിന്നെ ഇതെല്ലാം കൂടി ഉണക്കിയിട്ട് കളയണോ? അതിപ്പോ ഉണക്കിക്കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും കറിയാക്കിയാൽ പോരെ? ഏത്? ഇഞ്ചിക്കറിയാക്കാനോ? അതിപ്പോ അച്ഛന്റെ ഇഷ്ടം പോലെ ഇഞ്ചിക്കറിയോ ഇഞ്ചിപ്പുളിയോ എന്തെങ്കിലുമൊക്കെ ആക്ക്. അവൻ ഉഴപ്പി പറഞ്ഞുകൊണ്ടങ്ങ് നടന്നു. ഹരിയുടെ ഇഷ്ട വിഭവമാണ് ഇഞ്ചിപ്പുളി. അതുണ്ടെങ്കിൽ അവൻ ഒരു കൂട്ടാനും വേണ്ട. അത് അവനെ നല്ലോണം അറിയുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എടാ, അതിന് പക്ഷെ ആര് ചെയ്യും ഇതെല്ലാം കൂടി? അവന് പിന്നാലെ ചെന്ന് അദ്ദേഹം ചോദിച്ചതും മണിക്കുട്ടി അവന്റെ മുന്നിൽ വന്ന് ചാടിയതും ഒത്തിരുന്നു. ദാ നിൽക്കുന്നു, ഒരു പണിയുമില്ലാതെ ഒരെണ്ണം. അച്ഛൻ അതെല്ലാം കൂടി ഇവളുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. ഇവള് ചെയ്തോളും. ജോലി ചെയ്യുന്ന അത്രയും നേരമെങ്കിലും ബാക്കിയുള്ളവരെ കുറ്റം പറയാതെ ഇരിക്കുമല്ലോ. മണിക്കുട്ടി ഏതാണ്ട് പണിഷ്മെന്റ് കൊടുക്കും പോലെ നോക്കി പറഞ്ഞുകൊണ്ടവൻ മുറിയിലേക്ക് പോയതും കാര്യം മനസ്സിലാവാതെ മണിക്കുട്ടി മാഷിനെയും ആ കേറിപ്പോയവനെയും മാറി മാറി നോക്കി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.